ആ പെൺകുട്ടികളെ കെട്ടിച്ചാണ്ടോ? ഇവിടെ നിന്ന് ആരും കാണൂലേ? അത് പെൺകുട്ടികളെ കെട്ടിച്ചാണ്ടോ? ചൊർക്കും കാര്യമൊന്നും ഒരു പ്രശ്നമല്ല. ചെക്കന്മാരെ തെണ്ടി നടക്കാണ്. പെൺകുട്ടികളെ കെട്ടിക്കാണ്ടോ? ഇപ്പൊ പഴയ സാധനം ചോദിച്ചു കിടക്കുന്ന അവസ്ഥയല്ല ഇപ്പൊ ഇത്. നിന്റെ സൗണ്ട് പോരാഞ്ഞിട്ടോ? അവിടെ പെരക്കാരുണ്ടാവുമല്ലോ, അവിടെ 2-3 കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. സൗണ്ട് പോരായിട്ടാവും ചിലപ്പോ. ആ കുട്ടികളെ കൊടുക്കാണ്ടോ? പെൺകുട്ടികളെ കെട്ടിക്കാണ്ടോ? ആൺകുട്ടിയാക്ക് പെൺകുട്ടാഞ്ഞിട്ട് കെട്ടിക്കാണ്ടോ? കളറ് തന്നൊരു പ്രശ്നമല്ല, പെണ്ണായാ മതി. ഉണ്ടോ? പെൺകുട്ടികളുണ്ടോ? ചെവി കേൾക്കുന്നുണ്ട്. കമ്മൊന്നും ഇവിടെ ഇല്ലേ? കാണുന്നില്ലല്ലോ. അമ്മൂനിപ്പോ വലിയ പെരയും കാറൊക്കെ ആയപ്പോ നമ്മളെ പെരയ്ക്കൊന്നും അവനെ കാണുന്നില്ല. പോയോക്കട്ടെ. സൂലേക്ക, ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? അത്താഴത്തിന് ഇച്ചാണ് നീച്ചിട്ടില്ലേ? ചോറിന്ന് കിടന്നിണ്ടാവും രണ്ടാളും. ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കാവൂ. ഒട്ടിപ്പിടിച്ച് കിടക്കാവോ? ഉഷാറാണല്ലോ എല്ലാത്തിനും. സുലൈക്ക കുട്ടി എവിടെ? കാത്ത പൈസ കൊടുക്കാൻ വേണ്ടി വന്നാൽ ഇപ്പൊ ഏതായാലും ഇതിവിടെ വെച്ചുകാണ്ട് പോവാ. കെട്ടിക്കാനുണ്ടോ? ചേക്കുവിന്റെ സൗണ്ടാണല്ലോ അത്. ചേക്കൊക്കെ ഇങ്ങനെ വിളിച്ചറിഞ്ഞു നടക്കണേ. ചേക്കോ? ആ ചേക്കന്നെ ആണല്ലോ അത്. ചേക്കോ എത്താ വിളിച്ചാറേ? ആ ഹൈദരാബാദുള്ളത്. ഇതിനൊന്നും പഠിച്ചവനെ കൊണ്ടുപോകാൻ പറ്റില്ലേ? ചേക്കോ എത്താ ഇങ്ങനെ വിളിച്ചറിഞ്ഞു നടക്കണേ? ഇപ്പൊ തന്നെ സക്കാത്ത് പൈസ ഇറങ്ങിയതാ? സക്കാത്ത് പൈസക്ക് ഇറങ്ങിയതല്ല. അതിന് ടൈം ആയിട്ടില്ലല്ലോ. അതിനിറങ്ങിയല്ല തുറക്കാ. പിന്നെ ഞാനേ ഇപ്പൊ പെൺകുട്ടികളെ കിട്ടാല്ല. അപ്പൊ അത് ചോദിച്ചിറങ്ങിയതാ. ഈ പരിപാടി അങ്ങനെ ആയി. കിട്ടാല്ല പെൺകുട്ടികളെ, കിട്ടാല്ല. ഈ പുറത്തുനിന്നുള്ള അണ്ടിന്റെ വരവ് കാരണം നിലവിൽ നമ്മുടെ നാട്ടിലുള്ള അണ്ടിക്ക് വിലയില്ല. അതായത് പുറത്തുനിന്നുള്ള അണ്ടിന്റെ വരവ് കാരണം നമ്മുടെ നാട്ടിലുള്ള അണ്ടിക്ക് മാർക്കറ്റ് ഇല്ലാതായി. അപ്പൊ അതാണ് നിങ്ങളത്തെ നേരം തന്നെ ഇവിടെ. ഞാനേ എന്റെ മോളടുത്തേക്ക് വന്നതാ. നീച്ചിട്ടില്ല തോന്നുന്നുണ്ട്. സുബീസ് കെറ്റി കിടന്നുണ്ടാവും. കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അവിടെ കൊടുക്കാൻ വേണ്ടി പോന്നതാ. പൈസ? പൈസ ഇവിടെ കൊടുക്കാൻ വന്നാ? എന്റെ മോളെ കൈ കൊടുക്കാൻ വേണ്ടി പോന്നാന്ന്. എത്തിന്റെ പൈസ? പൈസടാ. പൈസ കൊടുക്കാനായോ? കൊടുക്കാനായിട്ടില്ല. എനിക്ക് ഇങ്ങനെ നീച്ചെടുക്ക് നടക്കാൻ വയ്യ, അതുകൊണ്ടല്ലേ. ഒരു മിനിറ്റ്. എന്താണ്? ഒരു മിനിറ്റ് മുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ അറിയണല്ലോ. ഇങ്ങനെ നിക്കാൻ മുണ്ടല്ലേ നിങ്ങള്? കരീമേ എവിടെ ഉള്ളേ? അല്ലോണി സക്കാത്ത് പൈസ കൊടുക്കാനാണോ? എന്നാ ഞാൻ വൈകുന്നേരമാണ് വരാം. എന്റെ ലിസ്റ്റ് ഒന്നും ഉണ്ടോ ജി? അല്ല നമുക്ക് എവിടെയൊക്കെ പോകേണ്ടി വരുന്ന അറിയാനാ. അത് വർക്കിലെ കരീമാണ്. ഓനും ഞാനും കൂടെ നടക്കലേ. അതല്ല ഇതെന്താ എന്നിട്ട് കൊടുത്തങ്ങള്? കൊടുത്തിട്ടില്ല, അവിടെ വെച്ച് പോന്നേ. ഒരു നേരം എടുത്തോളൂ. അല്ല അവിടെ വെച്ച് പോന്നിക്ക. അവിടെ ആരാ വരാന്? അത് ശരിയാണല്ലേ. എനിക്കേ ഇങ്ങനെ നിക്കാൻ വയ്യ, പോട്ടെ. അതപ്പോ നോമ്പൊക്കെ നോറ്റല്ലേ? നിങ്ങള് നോമ്പൊക്കെ നോക്കല്ലോ. പിന്നെ നോമ്പ് കളിക്കണ്ടേ? അപ്പൊ നിങ്ങൾ മരുന്നൊന്നും കുടിക്കാല്ല? മരുന്നൊന്നും ഇല്ല പനെ. അല്ല നോൻപൊക്കെ ഇപ്പൊ 2 ആക്കി മാറ്റിയില്ലേ? 2 ആക്കി മാറ്റിയ? അതെങ്ങനെ? പൈസ നോൽക്കിപ്പോ അത്രയും നോൽക്കേണ്ട കാര്യമില്ലല്ലോ. ആരുടെ ഞങ്ങള് ഈ പച്ച നോണ പറയണ്ടാ? നോണല്ലാന്ന്. നിങ്ങള് വേണമെന്നുണ്ടെങ്കിൽ പള്ളിക്കല മോലിയാരോട് പോയി ചോദിച്ചു നോക്കി. ഞാൻ ചോദിച്ചു നോക്കട്ടെ. ചോദിച്ചു നോക്കിയാളി. അതായത് വയസ്സെന്ന ആൾക്കാർക്ക് 12 മണിയായി കഴിഞ്ഞാൽ കഞ്ഞൂടില്ല. കുഴപ്പമില്ല. മൂലേരൊന്ന് കണ്ടോക്കട്ടെ. ചോദിച്ചു നോക്കി. ഞാൻ കരീമിന്റെ അടുത്ത ലിസ്റ്റ് ഒന്ന് വാങ്ങട്ടെന്ന്. കരീമിന്റെ വരിക്ക് ഇതിലെ പോയാ പോരാ? അല്ലാന്ന് അയിക്കൂടെ പോകുമ്പോ കൊറേ കറങ്ങേണ്ടി വരും. അത് ചാലറ്റി മൂക്ക് കുടിച്ചാൽ മതിയാ. ഇതിലാകുമ്പോ പറമ്പുകളാണ് ചാടിയാല് ഓന്റെ ഒടിക്കാണ് കടക്കാം. കരീമി ചിലപ്പോൾ അവിടെ കിടന്നുറങ്ങണ്ടോ? ഓനെ പിടിച്ചാണ്ട് കൊണ്ടുപോയാൽ എനിക്ക് ആ ലിസ്റ്റ് വാങ്ങി കഴിഞ്ഞാല് ഇനി എവിടൊക്കെ പോണം എന്നുള്ള അറിയാം. നിങ്ങളിത് പറഞ്ഞപ്പോഴാണ് എനിക്ക് അത് ഓർമ്മ വന്നത്. വെക്കാത്ത കൊടുക്കാനായിരുന്നു. എന്നാലേ ഞാൻ പോവാ. ആയിക്കോട്ടെ എന്നാല്. അപ്പൊ പൈസ പോലും എടുക്കേക്കൂലേ? പൈസ പോലും എടുക്കും. ഞാൻ എടുക്കാൻ നിൽക്കണ്ട. ശരി എന്നാല്. ഞാൻ ഗുരുത്തം കേട്ടാ ചേക്കുമായിട്ട് എടുക്കുക പൈസ. ഓൻ എടുക്കൊന്നുമില്ല. പോയിക്കണ്
ഇജ്ജ് നീച്ചാളാ സുലേഖ നീച്ചാളാ തന്ത പോയിണ് ഞാൻ എന്നെ വിളിച്ചാന്നാ പിന്നെ അതിന്റെ ആ കൊരണം കേട്ട വർത്താനം കേൾക്കാൻ നിൽക്കേണ്ടി വരും. എനിക്ക് ആ മോൻ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചാണ്ട് പറഞ്ഞ ആ തറ വലിച്ചിട്ടിട്ട് 2 ദിവസമായിട്ടുള്ളൂ അത് നനക്കണമെന്ന്. ഇന്നലെ നനച്ചിട്ടില്ല, നോൽമ്പിന്റെ പേരും പറഞ്ഞാണ്ട്. ഇയാളെ പൊതച്ചുകൂടി കിടന്നോ? എനിക്കത് പറ്റൂലല്ലോ, എന്റെ കുട്ടികളെ ഏൽപ്പിച്ച കാര്യമാണ്. തന്ത പോയിണെന്ന് എന്നോട് അങ്ങോട്ട് പറഞ്ഞാണ് മനസ്സിലാക്കിക്കേ ചെയ്യും. തന്ത പോയിണെന്ന് എന്നോട് പറഞ്ഞേ. അതൊക്കെ ബെച്ചിനെടുത്ത് മുണിയിക്കോ, എനിക്ക് വേണ്ട, അതിന്റെ കായും വേണ്ട, ഒലക്കും വേണ്ട, ഞാൻ നനച്ചോളാന്ന്. എന്നെ അഞ്ച് ആവശ്യം എനിക്കില്ല. ആന്ന് ഇറങ്ങണമില്ല. ഓരോന്ന് പറഞ്ഞാണ്ട് നടത്തി വെച്ചു. പച്ച ഉണങ്ങിയാലത് പക്ഷെ നോൽമ്പിന് നനക്കാൻ പാടില്ല എന്നുള്ള ഇസ്ലാം പറഞ്ഞിട്ടില്ലല്ലോ. നോൽമ്പിന് വെള്ളം കുടിച്ചാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. ആ പേരും പറഞ്ഞാണ് പുറച്ചു മുടി കിടക്കുക. കുട്ടികളെ നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാർ വന്ന് ചെയ്യൂല, അത് നമ്മളതിനെ ചെയ്യേണ്ടി വരും. അതാണ് നോൽമ്പ് കിട്ടായാൽ മതി. പെണ്ണുങ്ങളൊക്കെ പരിപാടി അതന്നെ. നോൽമ്പ് കിട്ടായാൽ സുബീ സ്കെച്ചാണ് കിടന്നാണ്ട് ഉറങ്ങുക. ആ പേരും പറഞ്ഞാണ്ട് ആ ഖുർആൻ ഓതിക്കൂടാ എനിക്ക്? അത് പറ്റൂല. നോൽമ്പ് എന്ന് പറഞ്ഞാൽ എന്തിനുള്ള വൈകുന്നേരം വരെ പട്ടിണി കിടന്നാണ്ട് പള്ളർച്ചയാണ്ട് കയറ്റിയാണ്ട് കിടന്നുറങ്ങാനുള്ളതല്ല നോൽമ്പ് പറഞ്ഞാൽ. ഇജ്ജ് അതാ പഠിച്ചു വെച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞ തിരിയില്ല. നോൽമ്പിന് കഴിവുള്ളവർ എന്ത് ചെയ്യണോ? സക്കാത്ത് കൊടുക്കണം, കജിൽ ഉള്ളതിനനുസരിച്ച് അങ്ങനെ ചെയ്യാം. അതേമാതിരി ഖുർആൻ തെച്ചെന്തിനാ? ഓതി പഠിച്ചാനാ. അത് പഠിച്ചു ഓതാനാ. ഇല്ല, ഇതൊരു നേരം വെക്കുമ്പോൾ ഇന്നങ്ങോട്ട് പഠിപ്പിക്കാൻ വരും. നനക്കാൻ പാടില്ലാന്ന് ഇസ്ലാം പറഞ്ഞോ? കുടിച്ചാൻ പാടില്ലാന്നാ പറഞ്ഞേ. അത് ശരി, ഒക്കെ കുറെ എണ്ണിട്ട് ഇറങ്ങിയിരുന്നു ഇപ്പോൾ. കുറെ മൊബൈലൊന്നും പിടിച്ചാണ്ട് മൂല്യന്മാരെ കുറ്റം പറയാം. ഈ മൂല്യന്മാരില്ലെങ്കിൽ എത്താ ഈ നാടിന്? ഇജ്ജ് ഇങ്ങോട്ട് വർത്താനം പറയണ്ട. ഇജ്ജ് മറ്റേ പോച്ചുമുടി കിടന്നോ? കമ്മുനെ പഠിപ്പിച്ച ഞങ്ങളായിട്ടില്ല. കമ്മു പഠിച്ച് പ്രവർത്തിക്കണോനാ കമ്മു, അല്ല പഠിച്ചത് ഇങ്ങനെ മനസ്സുകൊണ്ട് ഇറക്കല്ല കേട്ടോ. അത് ശരി, അങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് കേൾക്കൂല. ഇവിടെ അല്ല അതും മര്യാദ ഇന്ന അങ്ങോട്ട് പഠിപ്പിച്ചാൽ വന്നില്ല. ആരായിട്ട് ഇടക്ക് പോയി? ആരായി അവിടെ നിന്ന് തിരിഞ്ഞടിച്ചാണല്ലോ. സുലേഖ, സുലേഖ മുന്നിലാരാ വന്നിടാന്ന് നോക്കിയാ? അതിനിപ്പോ ഞാൻ തന്നെ ഇറക്കിയത്. അല്ല എടാ, അത് വലിയ പേരാണ്, അവിടെ ഉണ്ടാവുമോ? ആ കമ്മോക്കന്റെ പേരല്ലേ? ആ കമ്മോക്കന്റെ വീടാണ്. എന്ത് കിട്ടുവോ? ഞാൻ പിടിയും പോയല്ല, ഞാൻ പിടിയും പോയേക്കില്ല. അല്ല, ആദ്യം നമ്മൾ രണ്ടവിടെ പോവാ. അങ്ങനെ അവിടുന്ന് തോനെ കിട്ടും. ചിലപ്പോ അമ്മക്കൊന്നും എന്തില്ലെങ്കിലോ ഞാൻ പോയോക്കാ. കിട്ടുമെന്ന് എനിക്കറിയില്ല. പോയോക്കാ. തുടങ്ങിയായിരുന്നു കുടിച്ചിരിക്കാം. ഒരു കാര്യം ചെയ്യാം, ഈ വിളിച്ചാൽ ആ കാക്ക ഇങ്ങനെ നോക്കണ്ടേ അവിടെ പോയാൽ മൂപ്പര് ചിലപ്പം പോകുന്നതിന് മുന്നേ നമുക്ക് രണ്ടാക്കും 10 പതിച്ചെടുക്കാം. ഇവിടുന്ന് വാങ്ങട്ടെന്നാല് ഞാൻ വേഗം പോയി കേട്ടോ. ചക്കാത്തോ? ഇത് രണ്ടാമത്തെ നോമ്പായിട്ടുള്ളൂ. അപ്പൊ ചക്കാത്താ കൊടുക്കണ്ട് പറഞ്ഞേ. ആരാ പറഞ്ഞേ? അവിടുന്ന് ആൾക്കാർ പറഞ്ഞു. ഞാൻ കൊടുക്കാറെന്ന് കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ നീതി പ്രകാരമുള്ള കൊടുക്കലേ ഞാൻ കൊടുക്കുള്ളൂ. എനിക്കത് എത്തിനാ പൈസ? കുട്ടിയാളെ പോറ്റുന്നവർക്ക് പൈസ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതും വിധിക്കപ്പെട്ട ആൾക്കാരുണ്ട് ഈ ദുനിയാവില്, ഓർക്കാ കൊടുക്കാൻ പറഞ്ഞേ. കൊടുക്കൽ തുടങ്ങിയിട്ടില്ല. ഈ ചക്ക കൊടുക്കൽ തുടങ്ങിയിട്ടില്ല. ഞാൻ കൊടുക്കുമ്പോ കൊടുത്തോളുന്നേ. അതിന് എനിക്ക് തരേണ്ട കാര്യമില്ല. കാരണം ഇവിടെ നയിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാര്. ഓർക്ക് കൊടുക്കുമ്പോൾ എന്റെ കടം തീരുള്ളൂ. അല്ല എനിക്ക് പെറുക്കി തന്നിട്ടാ? ആരാന്നോട് ഈ പറഞ്ഞേ? നിങ്ങളുടെ അങ്ങാടിന്ന് ആൾക്കാർ ഈജൊക്കെ ഈ പൈസ കിട്ടിയ എത്താ കാറ്റാന്നുള്ള എനിക്കും ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. പോവാൻക്കല്ലേ പറമ്പെന്ന്. അത് ശരി, പറഞ്ഞേ ഇവിടെ ചക്കാത്ത കൊടുക്കേ. രണ്ടാമത്തെ നോൽപ്പായിട്ടുള്ളൂ. ഇപ്പൊ ചക്കാത്ത പറഞ്ഞേ. പോടാവുന്നേ
ആ എന്തായി കിട്ടിയോ? ഇല്ല കയ്യിൽ പൈസ ഇല്ല, അപ്പൊ ഗൂഗിൾ പേ ചെയ്ത് തരാം. മുപ്പത് കയ്യിൽ പൈസ ഇല്ലാന്നോ? ഞാൻ എന്റെ നമ്പർ എടുത്തിട്ടുണ്ട്, ഗൂഗിൾ പേ ചെയ്ത് തരാറുണ്ട്. കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല. തന്നെ അവിടുന്ന് കിട്ടിട്ടോ? അയാൾ നല്ലൊരു ഉണ്ട്. എന്നോട് ഒറ്റക്ക് എടുക്കാനാ പറഞ്ഞേ, ആർക്കും കൊടുക്കരുത് അറിഞ്ഞേ. അതെ, നമ്മള് പോയേക്കാം. ഞാൻ ജഡ്ജി പോയോ? ഞാൻ ഇപ്പൊ അങ്ങനെ തരുന്നത് ശരിയില്ല. അല്ല ബാ, അല്ല ഇഞ്ചി പോയാണ് വാ, ഞാൻ അവിടെ പോയാ മതി. ആയിക്കോട്ടെ, ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബേ ചെല്ല്, ഇപ്പൊ കിട്ടും. എല്ലാം നടിച്ചു വെക്കാം. ആ കമ്മക്കെ എന്താ പറയും? സുഖമായിട്ട് പോടാ നമുക്ക്. വെറുതെ ഒന്നുമില്ല, നോമ്പൊക്കെയല്ലേ. അങ്ങനെ മൂത്തന്റെ അറിയാം. കുട്ടികളൊക്കെ പാട് സുഖമായിട്ട് പോണ്. സുഖല്ലേ? ജക്കാത്തിന്റെ കഥ ഇങ്ങനെ വന്നാണേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. നമുക്ക് കാര്യം ചെയ്യും. കേടെത്തരുത്. എന്താ പറയാ, മൂസക്കുട്ടിക്ക് കാലങ്ങളായിട്ട് ഞാൻ കൊടുക്കണാണ്. എന്റെ കുട്ടിയൊക്കെ എന്താ വെച്ചാൽ വാങ്ങി കൊടുക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ഓനക്ക് കൊടുത്തല്ലോ, എന്നിട്ട് ഞമ്മക്ക് തന്നില്ലല്ലോ. ഇതൊന്നും അറിയന്നെ വേണം. കിട്ടിയോ? എനിക്ക് കിട്ടി. എന്നിട്ട് അയാൾ എനിക്ക് തന്നില്ലല്ലോ. അതൊന്നുമില്ല, നല്ലൊരു മനസ്സിലാക്കാം അമ്മക്ക്. എനിക്ക് പൈസ തന്നല്ലോ. നിന്റെ അടുത്ത് ഗൂഗിൾ പേ നമ്പർ കഴിച്ചാണ്ട് അയാൾ എന്ത് പണിയാ എനിക്ക് ചോദിച്ചണേ. ആയിക്കോട്ടെ, എന്നാ ഞാൻ പോട്ടെ. ആയിക്കോട്ടെ, ശരി. പരിപാടിയാ ഓൻ കൊടുത്ത് നമുക്ക് തന്നില്ല. നിങ്ങള് ഓൻക്ക് കൊടുത്തില്ലേ പൈസ? ആർക്ക്? ഓൻക്ക്. ഓൻ കൊടുത്തിന് വിചാരിച്ചാൽ എനിക്ക് തരണമെന്നുണ്ടോ? ഓൻക്ക് കൊടുത്തത് എന്തുകൊണ്ടാ അറിയാം എനിക്ക്? ഇന്റെ കടം വീടണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്താ ആർക്കെങ്കിലും ഭാര്യക്ക് ഒരുക്കി കൊടുക്കാനുള്ള സാധനമല്ല. അത് മനസ്സിലായില്ല എനിക്ക്. അന്റെ ഈ തൊപ്പിയൊക്കെ പറഞ്ഞാൽ ഈ സമയം വരുമ്പോ ഇടുന്ന തൊപ്പിയാണ്. ഞാൻ വെയിലോണ്ട് ഇടണാണ്. എത്ര വെയിലോണ്ട്? വെയിലിന് എന്നോട് തൊപ്പിടാൻ പറഞ്ഞത് സുന്നത്തല്ലടാ. ഇതിങ്ങനെ തൊപ്പി നാട് നിരങ്ങി മറ്റേ ആരാന്റെ അടുത്ത് പൈസയും വാങ്ങിയാണ്ട് നാട് നിരങ്ങി നടക്കലല്ല. അതിനുള്ളല്ല തക്കാത്തും പൈസ. ഇന്റെ ഈ കടം വീടണമെന്നുണ്ടെങ്കിൽ എനിക്ക് മരിച്ചു പോകാനാണ്. അതിന്റെ ഒരു ഓർമ്മ ഉണ്ട് എനിക്ക്. നിങ്ങൾ എന്തൊക്കെ പറയണേ അമ്മക്ക? ഈ നോൻപ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ 30 ദിവസം നോമ്പ് വെച്ചാണ്ട് മറ്റേ ഉള്ള പൈസ നയിച്ചിട്ടാണ് നാട്ടുകാർക്ക് വിതരണം ചെയ്യാന്നുള്ള ഇതൊക്കാത്താ. നിങ്ങളിപ്പോ ഓനക്ക് കൊടുത്തില്ല, എന്നോട് പറഞ്ഞ പൈസ ഇല്ല. ഇന്റെ കടം തീരണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയവർക്ക് കൊടുക്കണം. ഓനാ മൂസക്കുട്ടിന്റെ മോനാ. മൂസക്കുട്ടിന്റെ മോൻ എങ്ങനെ ഇവിടെ നടക്കണമെന്നുള്ള നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഓനവന്റെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുക പൈസ കൊണ്ട്. അപ്പോഴാ എന്റെ കടം വീടുക. അല്ല എന്നെ പോലത്തെ തന്ന് കള്ളും കഞ്ചാവായിട്ട് നടക്കുന്നവർക്ക് കൊടുക്കാനുള്ള പൈസ അല്ലാതെ ഇതൊക്കാത്തും പൈസ. ഇങ്ങളെ പോലത്തെ ആൾക്കാരുടെ അവസ്ഥ എന്താണെന്നുള്ളത് നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഇത് ഇങ്ങോട്ട് വാങ്ങാ, തോന്നിയ മാതിരി കാട്ടിക്കൂട്ടുക, കണ്ട തോന്നിയാത്തിന് കൊണ്ടെടുക്കാണ് ഈ പൈസ. ഇല്ലപ്പോ ഇതിന്റെ അടുത്ത് പൈസ ഉണ്ട്, അത് നാട്ടുകാർക്ക് ഇങ്ങനെ കൊടുക്കാനുള്ളതല്ല. ജക്കാത്താണിത്. അത് ഉള്ള ഇതിനനുസരിച്ച് കൊടുക്കാനുള്ളതാ. അപ്പോഴാ കടം വീടുള്ളൂ. തോന്നിയമാതിരി കൊടുക്കാനുള്ളതല്ല. ഈ തല പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ ദേഷ്യം പിടിച്ചാണ് ഇവിടുന്ന് വിളിച്ചത്. എന്റെ കൂട്ടക്കാരായിട്ട് അവിടുന്ന് പൈസ എടുത്ത് വെച്ചു. പൈസ കൊടുത്ത് നേരം വെച്ചാൽ കുറെ ആൾക്കാർ ഇങ്ങോട്ട് തൊപ്പിയും മറ്റേ പറത്തി ഇട്ടുകൊണ്ട് വരിക. ഓൽക്കൊക്കെ ഇത് വാരി കോരി കൊടുക്കുക. അതിന് മതിയുള്ള ഈ പൈസ. ഇത് ജക്കാത്താണ്. അതിന് ഇൽമിന്റെ രീതി ഉണ്ട്, ഇസ്ലാമിന്റെ രീതി ഉണ്ട്. അതിനനുസരിച്ചാ കൊടുക്കുക. മുസ്ലിം ആയിട്ട് കാര്യമില്ല, പേരോണ്ട് മുസ്ലിം ആയിട്ട് കാര്യം ചെയ്യണ. എന്റെ പേരെത്താ? ബസ്സില്. ആ പേരോണ്ട് കാര്യമില്ല. മൂസക്കുട്ടിന്റെ മോനൊക്കെ നടക്കണ മാതിരി നടക്കേ. ഞാൻ പോവാണ്. ഇജ്ജ് പോവല്ലേ അവിടൊക്കെ. ഇത് പറഞ്ഞു മനസ്സിലാക്കി തന്നെ എന്തിനാ എനിക്ക്? ഇഞ്ഞെങ്കിലും ഇജ്ജ് നന്നാണം. ഈ പൈസ ഇജ്ജ് കുരുത്തക്കേടിന് ഉപയോഗിച്ചരുത്. ഇല്ല, ഈ എന്റെ കുട്ടികൾക്കും മക്കൾക്കും കൊടുക്കണത്. തിന്നാൻ വാങ്ങി കൊടുക്കണം, അല്ലെങ്കിൽ ഓർക്ക് ഹലാലായിട്ടുള്ള സാധനങ്ങൾ വാങ്ങി കൊടുക്കണം. അപ്പോൾ എനിക്ക് ഈ പൈസ തന്നതിന് കാര്യമുള്ളൂ. മനസ്സിലായ എനിക്ക്? എന്നാ അങ്ങനെ ചെയ്യ്. ഇഞ്ഞെങ്കിലും ഇജ് ഇസ്ലാമിന്റെ നീതിക്ക് നടക്കാൻ നോക്കും. കമ്മൂന് ഇത് പറയാനേ കഴിയുള്ളൂ. കേടന്ന് നടക്കരുത്. മനസ്സിലായില്ല എനിക്ക്? കുരുത്തക്കേടാണ് നാട്ടിൽ നടക്കുന്നത് മൊത്തം. അതേമാതിരി നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ നടക്കരുത് എന്നുള്ളൊരു ഇത് നിർബന്ധം എനിക്കുണ്ട്. അതുകൊണ്ട് പറഞ്ഞ അജി എന്നോട് വെറുപ്പൊന്നും തോന്നണ്ട. അപ്പൊ ഇജ് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇപ്പൊ എന്നോട് ഞാൻ ഫുള്ള് പറഞ്ഞു തന്നത്. അപ്പൊ ഇജ് ഒരു കാര്യം ചെയ്തോ, ഈ പൈസ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാം. ഇന്റെ പൈസന്റെ വിചാരിച്ചിട്ട് മാത്രമല്ല ഞാൻ എന്നോട് പറഞ്ഞേ. ഈ 30 ദിവസം ഇപ്പൊ ഇന്നിപ്പോ 2ാമത്തെ നോമ്പായി. ഈ 30 ദിവസം നമ്മൾ നല്ലത് ചെയ്ത് നടക്കുക. അത് ജാതി മതം നോക്കണ്ട, എല്ലാവർക്കും നല്ലത് ചെയ്യാം. അതിനൊക്കെ കൂലി പറത്തനൊന്നും കിട്ടും. ആയിക്കോട്ടെ. അപ്പൊ ഇനി കേടൊന്നും നടക്കരുത്. ഞാൻ പോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആയിക്കോട്ടെ. നല്ല പോലെ നടത്തി. ആയിക്കോട്ടെ.